ക്രിമിനോളജിയിലെ ഒരു ടോപ്പിക്കായിട്ടുള്ള പ്രിസൺസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പോലും ഈ ക്രിമിനൽസിനോടുള്ള തെറാപ്യൂട്ടിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ക്രിമിനൽസിനെ ഒരു പേഷ്യൻ്റായിട്ട് കാണുന്ന ആ ഒരു അപ്രോച്ച് റീസെൻ്റ് ഡെവലപ്മെൻറ്റിലുള്ളതാണ്. പണ്ട് തൊട്ടേ ഉള്ളതല്ല, റീസെൻ്റ് ആയിട്ടാണ് ഡെവലപ്ഡ് രാജ്യങ്ങളിൽ പോലും ഇത് വന്നിരിക്കുന്നത്. ഇനിയും തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ ക്രിമിനലിനെ ഒരു പേഷ്യൻ്റായിട്ട് കാണുന്നു. ക്രിമിനലിന് എന്താണ് കൊടുക്കേണ്ടത്? ട്രീറ്റ്മെൻറ്റ് ആണ് കൊടുക്കേണ്ടത്. ഇനി ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ, ഇന്ത്യയിലൊക്കെ എന്താണ്, പ്രിമിറ്റീവ് അപ്രോച്ചാണ്, പുരാതനമായിട്ടുള്ള അപ്രോച്ചാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രിസണൈസേഷൻ ആസ് എ ഫോം ഓഫ് പണിഷ്മെൻറ്റ്. പ്രിസൺ എന്ന് പറഞ്ഞ വേർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗൗൾ എന്ന് പറഞ്ഞ വേർഡ് ലാറ്റിൻ വേർഡിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? സീസ് ആൻഡ് കേജ് എന്നാണ് അർത്ഥം. എ പ്ലേസ് പ്രോപ്പർലി അറേഞ്ച്ഡ് ആൻഡ് എക്വിപ്ഡ് ഫോർ ദ റിസപ്ഷൻ ഓഫ് പേഴ്സൺസ് ഹൂ ബൈ ദ ലീഗൽ പ്രോസസ് ആർ കമ്മിറ്റഡ് ടു ഇറ്റ് ഫോർ സേഫ് കസ്റ്റഡി വൈൽ അവെയിറ്റിംഗ് ട്രയൽ ഓർ പണിഷ്മെൻറ്റ്. ഒരു വ്യക്തി ട്രയലോ പണിഷ്മെൻറ്റോ പണിഷ്മെൻറ്റിനോ വേണ്ടി നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കാത്ത് കിടക്കുമ്പോൾ അവരെ എന്താണ്, സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടി പ്രോപ്പർലി അറേഞ്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ എക്വിപ്പ് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസിനെയാണ് നമ്മൾ പ്രിസൺ എന്ന് വിളിക്കുന്നത്. പ്രിസണൈസേഷൻ ഈസ് ദസ് യൂസ്ഡ് ടു കീപ്പ് അണ്ടർ ട്രയൽസ് ആൻഡ് സസ്പെക്ട്സ് ഡ്യൂറിങ് ദ പീരീഡ് ഓഫ് ട്രയൽ. ട്രയലിൻ്റെ പീരീഡിൽ അണ്ടർ ട്രയൽ പ്രിസണേഴ്സിനെ അല്ലെങ്കിൽ സസ്പെക്ട്സിനെ കീപ്പ് ചെയ്യുന്ന സ്ഥലമാണ് പ്രിസണൈസേഷൻ എന്ന് പറയുന്നത്. മോഡേൺ വ്യൂ പ്രകാരം ക്രൈം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഡിസീസാണ്. അവിടെ എന്ത് ചെയ്യണം? ഈ സോഷ്യൽ ഡിസീസിന് എഗനിസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് നോൺ പീനൽ മെത്തേഡ് ഉപയോഗിച്ചായിരിക്കണം. നോൺ പീനൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? പ്രൊബേഷൻ കൊടുക്കുക, പരോള് കൊടുക്കുക, ഓപ്പൺ പ്രിസൺ, ഈ തുടങ്ങിയ നോൺ പീനൽ മെത്തേഡ് വഴി വേണം ആ സോഷ്യൽ ഡിസീസിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ എന്നാണ് മോഡേൺ വ്യൂവിൽ പറയുന്നത്. കണ്ടംപററി പീനോളജി പ്രിസണൈസേഷനെ ഒരു റീഹാബിലിറ്റേഷൻ മെഷറായിട്ടാണ് കണക്കാക്കുന്നത്, റാദർ ദാൻ ഡിറ്റൻഷൻ ഓഫ് ഒഫൻഡേഴ്സ് ഇൻ ദ സെൻറ്റേഴ്സ് ഓഫ് ഡിറ്റൻഷൻ. ഒരു ഡിറ്റൻഷനിൽ വെക്കുന്നതിലും ഉപരി റീഹാബിലിറ്റേഷൻ മെത്തേഡായിട്ടാണ് എന്താണ് കണ്ടംപററി പീനോളജിയിൽ പ്രിസണൈസേഷനെ കണക്കാക്കുന്നത്. മോഡേൺ പീനോളജിയിൽ എന്തൊക്കെയാണ്? പ്രിസണേഴ്സിനെ ഒരു ബെറ്റർ ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി അവരെ ലീഡ് ചെയ്യുന്നു. റിഫർമേഷൻ, കറക്ഷൻ, റീഹാബിലിറ്റേഷൻ ഇതൊക്കെയാണ് മോഡേൺ പീനോളജിയുടെ എയിം എന്ന് പറയുന്നത്. ഇനി പ്രിസൺ മാനേജ്മെൻറ്റ് ഇന്ത്യയിൽ ബേസ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രിസൺ സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബ്രിട്ടീഷ് പ്രിസൺ എന്താണ് മോഡൽ ചെയ്തിരിക്കുന്നത്? അമേരിക്കൻ പ്രിസൺ ആണ്. അപ്പം നമ്മൾ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന്, ബ്രിട്ടീഷുകാർ അമേരിക്കയിൽ നിന്നും എടുത്ത ആ ഒരു മോഡലാണ് യൂസ് ചെയ്യുന്നത്. അമേരിക്കൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കൻ കോളനീസിൽ മിഡീവിയൽ പീരീഡിൽ ഒഫൻഡേഴ്സിനെ കണ്ടിരുന്നത് മേഴ്സിലെസ്, ഒരു ദാക്ഷിണ്യവും ദയയും ഇല്ലാതെയായിരുന്നു അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ബ്രൂട്ടലായിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരുന്നു മൈനർ ഒഫൻസുകൾക്ക് പോലും കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കോമൺ പണിഷ്മെൻ്റ് ആയിട്ടുള്ള വിപ്പിങ്, ബ്രാൻഡിങ് ഇതൊക്കെയായിരുന്നു അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഡെത്ത് പെനാലിറ്റി കൂടാതെ ഇൻ കോഴ്സ് ഓഫ് ടൈം പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ ഈ ഡെത്ത് സെൻറ്റൻസ് ഇങ്ങനെയൊക്കെയുള്ള ബ്രൂട്ടലായിട്ടുള്ള പണിഷ്മെൻ്റ് ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് എഗനിസ്റ്റായിട്ട് പബ്ലിക് ഒപ്പീനിയൻ വരികയും ഈ ക്രൂവൽ ഫോംസ് ഓഫ് പണിഷ്മെൻറ്റിന് എഗനിസ്റ്റായിട്ട് പെൻസ് ചാർട്ടർ ഓഫ് 1862 പാസ്സാക്കുകയും ചെയ്തു. ഈ ചാർട്ടറിൻ്റെ, ഈ പറഞ്ഞിട്ടുള്ള പെൻസ് ചാർട്ടറിൽ എന്താണ് അവരുടെ ഉദ്ദേശം? പ്രിസൺ അഡ്മിനിസ്ട്രേഷനെ റിഫോം ചെയ്യുക. അപ്പോൾ ഇവിടെ കുറച്ച് സജഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലെ സജഷൻസ് ആയിരുന്നു പ്രിസണേഴ്സിനെ ബെയിലിൽ റിലീസ് ചെയ്യുക, അതുപോലെ തന്നെ റോങ്ഫുള്ളി ആരെയും ഇംപ്രിസൺമെൻറ്റ് ആർക്കെങ്കിലും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കുക, അവർക്ക് ചോയ്സ് ഓഫ് ഫുഡ്, ലോഡ്ജിങ് ടു പ്രിസണേഴ്സ് അപ് ടു ദ പോസിബിൾ എക്സ്റ്റെൻറ്റ് വരെ അവർക്ക് പ്രിസണേഴ്സിന് ലോഡ്ജിങ് കൊടുക്കുക, അതുപോലെ തന്നെ പബ്ലിക് പ്ലേസുകളിലുള്ള പണിഷ്മെൻ്റൊക്കെ അബോളിഷ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ഇതിൽ പറഞ്ഞിരുന്നത്. പെൻസ് ചാർട്ടർ പെൻസ് ചാർട്ടർ പാസ് ചെയ്യുന്നതിന് മുൻപേ ഫിലാഡൽഫിയൻ പ്രിസണിൽ പ്രിസണേഴ്സിനെ 2 തരത്തിലായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. ഇൻകൊറിജിബിൾ അല്ലെങ്കിൽ ഹാർഡൻഡ് ക്രിമിനൽസും ഓർഡിനറി ഓർ കൊറിജിബിൾ ക്രിമിനൽസും. ഹാർഡൻഡ് അല്ലെങ്കിൽ ഇൻകൊറിജിബിൾ ക്രിമിനൽസ് എന്ന് പറയുന്നത് അവർക്ക് സോളിറ്ററി കൺഫൈൻമെൻറ്റും, ഈ ഓർഡിനറി അല്ലെങ്കിൽ കൊറിജിബിൾ ക്രിമിനൽസിന് അവരെയൊക്കെ, ആ ക്രിമിനൽസിനെയൊക്കെ ഒരുമിച്ച് ഒരു റൂമിലിടുന്ന പതിവായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഫിലാഡൽഫിയൻ പ്രിസൺ എന്ന് പറയുന്നത് ഇല്ലാതായി, അത് പിന്നെ മാറി. അതിനുശേഷം പെൻസിൽവേനിയ
ആൻഡ് പിന്നെ എന്താണ് 2 മോഡൽ ഓഫ് പ്രിസൺ സെറ്റപ്പ് ചെയ്തു. ഒന്ന് പെൻസിൽവേനിയയിലും ഒന്ന് ഓബണിലും. ഇതിൽ പെൻസിൽവേനിയൽ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വാൾനട്ട് സ്ട്രീറ്റ് ഫിലാഡൽഫിയയിലാണ് 1790. ഇതിൻ്റെ തുടക്ക കാലങ്ങളിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹാർഡൻഡ് ക്രിമിനൽസിനെ സോളിറ്ററി കൺഫൈൻമെൻറ്റ് കൊടുക്കുന്നു. ഓർഡിനറി ക്രിമിനൽസിനെ ബിഗ് റൂമിൽ 8 തൊട്ട് 10 വരെ ഇൻമേറ്റ്സിനെ ഒരുമിച്ചിടുന്നു. അങ്ങനെയായിരുന്നു. ഫുഡെന്ന് പറയുന്നത് സെല്ലിൽ സെർവ് ചെയ്യുന്നു. പിന്നെ ദേ വെർ കൺഫൈൻഡ് ഇൻ സോളിറ്ററി സെൽസ് ഡേ ആൻഡ് നൈറ്റ്. സോളിറ്ററി ഇതിൽ കിടക്കുന്നവർ ഡേ ആൻഡ് നൈറ്റ് ആണ് അവിടെ കിടക്കുന്നത്. സോളിറ്ററി കൺഫൈൻമെൻറ്റ് ഓഫ് പ്രിസണേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? കുറേ മിസറീസ് അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് പ്രിസണേഴ്സ്, കുറേ പേര് എന്ത് ചെയ്യും, പിന്നെ ഈ പറഞ്ഞിട്ടുള്ള ഒറ്റപ്പെടൽ സഹിക്കാതെ അല്ലെങ്കിൽ അവർ ഇങ്ങനെ ഈ മോണോട്ടോമി സഹിക്കാതെ കുറേ പേരൊക്കെ മരിച്ചു പോകും. ഇതിൻ്റെ അകത്തുനിന്ന് കുറേ പേരൊക്കെ സർവൈവ് ചെയ്യും. സർവൈവ് ചെയ്തവരെന്ത് ചെയ്യും? പിന്നീട് അവർക്കിങ്ങനെ മാഡാകുകയോ അല്ലെങ്കിൽ ഇറസ്പോൺസിബിളൊക്കെ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കാരണം ഒരിക്കലും അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് അവരുടെ മാനസിക നില പഴയതുപോലെ ആയിരിക്കത്തില്ല. ഈ ഒരു ഇത് മറികടക്കുന്നതിന് വേണ്ടി ലേബറും വർക്കും ഒക്കെ കൊടുത്തു തുടങ്ങി. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ഓർഗനൈസേഷനിലെ റെപ്രസെൻറ്റേറ്റീവ്സിനൊക്കെ പ്രിസണേഴ്സുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കാനുള്ള അതിനൊക്കെ സമ്മതിച്ചു തുടങ്ങി. എന്നിരുന്നാലും ഫ്രണ്ട്സും റിലേറ്റീവ്സിനെ ഒന്നും അനുവദിക്കത്തില്ലായിരുന്നു. പിന്നീട് ഓവർ ക്രൗഡിങ് മൂലവും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള ലാക്ക് ഓഫ് പ്രൊഡക്റ്റീവ് ലേബർ ഒക്കെ കാരണം ഈ ഒരു സിസ്റ്റം അബാൻഡൻ ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ പ്രിസണേഴ്സിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ ഫേസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. കാരണം അവർക്ക് തമ്മി കാണാതിരിക്കുന്നതിന് വേണ്ടി. ഇന്ത്യയിൽ സുപ്രീം കോടതി സോളിറ്ററി കൺഫൈൻമെൻറ്റ് ആർട്ടിക്കിൾ 21 വയലേഷനാണെന്ന് ഹെൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓബോൺ സിസ്റ്റമാണ്. അതിലേക്ക് വരുമ്പോൾ പെൻസിൽവേനിയ മോഡൽ ന്യൂയോർക്കിൽ 1818 മുതൽ 19 വരെയായിരുന്നു ബിൽഡ് ചെയ്തിരുന്നത്. പ്രിസണേഴ്സിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിരുന്നു. ഓൾഡസ്റ്റ് ആൻഡ് ഹാർഡൻഡ് ക്രിമിനൽസിനെ സോളിറ്ററി കൺഫൈൻമെൻറ്റിലേക്ക് വിടുന്നു. കൊറിജിബിൾ പ്രിസണേഴ്സിനെ ഡേ ടൈമിൽ ഷോപ്പുകളിൽ ജോലിക്ക് വിടുന്നു. അതുപോലെ അവരെ രാത്രിയാകുമ്പോൾ സെല്ലുകളിൽ അടയ്ക്കുകയും ചെയ്യും. മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നു? ദംസെൽസ് ഇൻ വിത്ത് 1 ഡേ ഓഫ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരു ദിവസമായിരിക്കും അവർക്ക് മറ്റുള്ളവർക്ക് ജോലി ഉണ്ടായിരിക്കുന്നത്. ഈ 2 സിസ്റ്റം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പെൻസിൽവേനിയൽ സിസ്റ്റത്തിൻ്റെ അകത്ത് പ്രിസണേഴ്സ് എന്ന് പറയുന്നത് സെല്ലുകളിൽ ഐസൊലേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തമ്മിൽ അറിയാനുള്ള ഒരു സാധ്യതയും കാണത്തില്ല. ഇനി രണ്ടാമത്തെ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ, ഓർബൺ സിസ്റ്റത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രിസണേഴ്സ് എന്ന് പറയുന്നത് അലൗഡ് ടു വർക്ക് ഇൻ ഷോപ്പ് ഡ്യൂറിങ് ഡേ ടൈം. ഡേ ടൈമിൽ അവരെ ഷോപ്പുകളിൽ വർക്ക് ചെയ്യാൻ അലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദേ കുഡ് സീ ആൻഡ് നോ ഈച്ച് അതർ വിത്തൗട്ട് എനി അതർ കമ്മ്യൂണിക്കേഷൻ. മറ്റുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാതെ അവർക്ക് തമ്മിൽ കാണാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. സോ കോൾഡ് എ സൈലൻറ്റ് സിസ്റ്റം ആസ് നോട്ട് അലൗഡ് ടു സ്പീക്ക് വിത്ത് അതേഴ്സ് ആൻഡ് കുഡ് ടേക്ക് ടുഗദർ. അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികാരമില്ല. പക്ഷേ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ പറ്റും ഓപ്പൺ സിസ്റ്റത്തിൻ്റെ അകത്ത്. മറ്റേന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആണ് പെൻസിൽവേനിയ സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ. എൽമിറ റിഫോർമേറ്ററിയിലേക്ക് വന്നു കഴിയുമ്പോൾ പെൻസിൽവേനിയ അല്ലെങ്കിൽ ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത് 1870 വരെ കണ്ടിന്യൂ ചെയ്തിരുന്നു. അതിനുശേഷം ഒരു റെവല്യൂഷണറി ചേഞ്ച് ആണ് ഈ പ്രിസൺ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് വന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഇതിലേക്ക് വരുമ്പോൾ ഈ എൽമിറ റിഫോർമേറ്ററിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ പ്രിസണേഴ്സിന് പരോളും പ്രൊബേഷനും ഒക്കെ കൊടുത്തു തുടങ്ങി. അടുത്തതാണ് ഇല്ലിനോയിസ് പ്രിസൺ. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ സോളിറ്ററി കൺഫൈൻമെൻറ്റ് പൂർണ്ണമായിട്ട് അബോളിഷ് ചെയ്തു. അതിനുശേഷം അവർക്ക് റീഡിങ്ങിനുള്ള അല്ലെങ്കിൽ റൈറ്റിങ്ങിനുള്ള ഫെസിലിറ്റീസും ആഡിക്വേറ്റ് ലൈറ്റും ഒക്കെ കൊടുത്ത് തുടങ്ങി. അടുത്തതാണ് ബ്രിട്ടീഷ് പ്രിസൺ. ബ്രിട്ടീഷ് പ്രിസൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ പോലെ തന്നെ ഇവിടെയും ബ്രൂട്ടലി ആയിരുന്നു പ്രിസണേഴ്സിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സീസർ ബെക്കാരി എന്ന് പറയുന്ന ആളായിരുന്നു ഫസ്റ്റ് ഇതിന് എഗനിസ്റ്റായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത ഒരു ക്രിമിനോളജിസ്റ്റ്. 1878
ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഒരു എലാബറേറ്റ് ആയിട്ടുള്ളൊരു പ്രൊവിഷൻ തന്നെ ഈ ഇംഗ്ലണ്ടിലെ പ്രിസൺ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പാസ്സാക്കിയിരുന്നു. 1833 ഇൻമേറ്റ്സിനാണെങ്കിൽ അവരുടെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും കാണാമെന്നുള്ളൊരു പ്രൊവിഷൻ കൊണ്ടുവന്നു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പ്രിസൺസിലെ പ്രിസണേഴ്സിനെ ട്രാൻസ്പോർട്ടഡ് ടു കോളനീസ് ഓഫ് അമേരിക്കയുടെയും ഓസ്ട്രേലിയയുടെയും കോളനീസിലേക്കൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്തു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അപ്പോഴത്തെ ഈ വാർ ക്രിമിനൽസ് ഓവർ ക്രൗഡഡ് ആയിട്ടാണ് ബ്രിട്ടീഷ് പ്രിസണിൽ ഇങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പോൾ തൗസൻഡ്സ് ഓഫ് പ്രിസണേഴ്സിനെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്തത് കാരണം അവർക്ക് വലിയ രീതിയിലുള്ള ഹ്യൂജ് എമൗണ്ട് ആവശ്യമായിട്ട് വന്നു. മോറോവർ അതിലുപരി പ്രിസണേഴ്സിനെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ മെയിൽസിനെയാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ് വിർച്വലി, അതുകൊണ്ട് ഇവിടെ ബ്രിട്ടീഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്നത് വിർച്വലി ആണ്. അത് ഒരു വുമൺലെസ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ആയിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. മെയിൽസിനെ മാത്രമായിരിക്കും ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഇനി മോഡേൺ ബ്രിട്ടീഷ് സിസ്റ്റം എന്ന് പറയുന്നത് എൻവിസേജസ് എ സ്കീം ഓഫ് ലിബറലൈസ്ഡ് പരോൾ. അവിടെ ചെയ്തു, ഒരു ലിബറലൈസ്ഡ് പരോള് ഈ മോഡേൺ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ കൊടുത്തു തുടങ്ങി. ഈ പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇത്. ആൻഡ് ദ പ്രൊവിഷൻ ഓഫ് ദ ഇംഗ്ലീഷ് ക്രിമിനൽ ജസ്റ്റിസ് ആക്ട് 1982 പ്രൊവിഷൻ പ്രകാരമായിരുന്നു ഇത് കൊണ്ടുവന്നതും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ പ്രിസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. പ്രിസണൈസേഷന് പറയുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള സിസ്റ്റംസും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അമേരിക്കൻ സിസ്റ്റം പറയുന്നുണ്ട്, പെൻസിൽവേനിയ സിസ്റ്റം, ഓബൺ സിസ്റ്റം, എൽമിറ, ഇല്ലിയോനസ്, ബ്രിട്ടീഷ് പ്രിസൺ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അടുത്ത വീഡിയോയിൽ പ്രിസൺ റിഫോംസ് ഇൻ ഇന്ത്യയെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്